എല്ലാവർക്കും നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേള, ആ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലെ പ്രഭാത ദൃശ്യമാണ്. വളരെ ശാന്തമായി പ്രയാഗ്രാജ്. ഇന്നലെ രാത്രി ക്ഷീണം കൊണ്ട് നന്നായി ഉറങ്ങി. നല്ല തണുപ്പുണ്ട്, രാവിലെയായിട്ടും തണുപ്പ് വിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അതിരാവിലെ സ്നാനത്തിന് പോകണമെന്ന് വിചാരിച്ചത് നടന്നില്ല. ഇവിടെ സ്വാമിമാർ കണ്ടു. എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഇവിടെ ചെറിയ ചെറിയ കുടിലുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. എന്തായാലും ഉച്ചയോട് കൂടിയിട്ട് കുറച്ച് വെയിലിൻ്റെ ചൂട് വന്നതിന് ശേഷം സ്നാനത്തിന് പോകാമെന്ന് കരുതി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അവിടേക്ക് തന്നെ തിരിച്ചുപോയി. വളരെ വലിയ വിശാലമായ സ്ഥലത്താണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഭക്ഷണവും താമസവും, അതുപോലെ ഇവിടെ ചെറിയൊരു മന്ദിരമുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയാണ് അവിടെ പ്രതിഷ്ഠ. ഇത് അന്നക്ഷേത്രമാണ്. അന്നക്ഷേത്രത്തിൽ നല്ല ഭക്ഷണം, വളരെ ക്വാളിറ്റിയുള്ള ഭക്ഷണമാണ് അവിടെ കൊടുക്കുന്നത്. രാവിലെ കടല പുഴുങ്ങിയത്, അതുപോലെ ചപ്പാത്തി, പല സംഗതികളുണ്ട്. ഉച്ചയ്ക്ക് ചോറ്, അതുപോലെ പൂരി, പ്രത്യേകിച്ച് നല്ല ചായയുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം പുറപ്പെട്ടു. ഒരു ബൈക്ക് യാത്രികനെ പിടിച്ച് സംഗമസ്ഥാനത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീട് ഒറ്റയ്ക്ക് അങ്ങനെ നടന്ന് പോവുകയാണ് ചെയ്തത്. നല്ല ട്രാഫിക്കായിരുന്നു. പോണ വഴിയിലൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നടന്ന് ആ സംഗമസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിയിൽ അഘോരികളെ, നാഗസന്യാസിമാർ വിവസ്ത്രരായിട്ട് അവർ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു. ദേഹമാസകലം ഭസ്മം പൂശിക്കൊണ്ടവർ, രണ്ട് സ്വാമിമാർ വഴിയിൽ തടഞ്ഞു വെച്ചു. അവരായിട്ട് സംസാരിച്ചു, അവരനുഗ്രഹം തന്നു, ദക്ഷിണ നൽകി. അതൊക്കെ ആ സംഗമസ്ഥാനത്തേക്ക്, ത്രിവേണി സംഗമസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിശാലമായ സ്ഥലം തന്നെ. ദൂരെ നിന്നും ആ സംഗമസ്ഥാനം കാണാം. വലതുഭാഗത്തു നിന്ന് ഗംഗയും നേരെ യമുനയും, അതുപോലെ അദൃശ്യമായിക്കൊണ്ട് സരസ്വതി നദിയും സംഗമിക്കുന്ന ആ സംഗമം. ഭക്തജനക്കൂട്ടം തന്നെ അവിടെ സ്നാനത്തിനായിട്ട് വന്നു നിൽക്കുകയാണ്, സ്നാനത്തിനായിട്ട് ഒരുങ്ങുകയാണ്. വല്ലാത്തൊരു അനുഭൂതി ആ സംഗമസ്ഥാനത്ത് എത്തിയപ്പോൾ തന്നെ അനുഭവിച്ചു. ബാക്കി ഭാഗം അടുത്ത ഭാഗത്തിലൂടെ